കട്ട് ചെയ്തെടുക്കണേ. ഇത് ഇങ്ങനെ പിച്ചാത്തി കൊണ്ട് ടിങ് ടിങ് ടിങ്. ഞാനൊരു കാര്യം പറഞ്ഞത് ഇങ്ങനെയുള്ള വേഷം കെട്ടി ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൊല്ലും ഞാൻ. എന്നെ വഴക്ക് പറയല്ലേ? ലൈക്ക് ചെയ്യില്ലേ? ഇങ്ങനെയൊക്കെയാണോ ദൈവത്തിനറിയാം. ഇപ്പൊ ഉണ്ടാലാണെങ്കിൽ ചെറുത് പോകുന്നില്ല. ഓ പാവമ്മ പതുക്കെ. അതിന് വേണ്ട എടുക്കും. നല്ലോണം ക്ലീൻ ചെയ്യണേ, അല്ലെങ്കിൽ ചിലപ്പോ വയറൊക്കെ പോട്ടെ ഇല്ലാത്തിന്റെ. അയ്യോ എന്റെ ഹാർട്ട് എടുക്കും. തക്കിളി എന്നിട്ട് പോയിക്കാൻ നിനക്ക് പറ്റില്ലെങ്കിൽ വലിയൊരു രാജ്യസ്നേഹി. നല്ല പരിപാടി കേട്ടോ. അവിടെ വാതിലൊക്കെ തുറന്നിട്ട് ഇവിടെ നിൽക്കാം. ചുമ്മാതല്ല സ്മെല്ല്. ഞാൻ കേറി വന്നപ്പോഴേ സ്മെല്ല് കേട്ടോ. ഇതായിരുന്നല്ലേ? എവിടെ നിന്നത്? ഏട്ടൻ കൊണ്ടുവന്ന. ആ ചുമ്മാതല്ല, ആരോ പറ്റിച്ചു. സംഗതി ചീഞ്ഞതാ, ഭയങ്കര പാടാ. പിന്നെ അതിന് ജീവൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി തല്ലിക്കൊന്നു. തല്ലിക്കൊന്നോ? അയ്യോ, ഇതിപ്പോ എന്ത് ചെയ്യാൻ പോയത്? എന്ത് ചെയ്യാൻ പോണ? എങ്ങനെ വെക്കണം നിങ്ങള്? അങ്ങനെയൊന്നും ചോദിക്കരുത്. ഞങ്ങള് മൊത്തത്തിൽ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിക്കുവാ. കൺഫ്യൂഷനാ? അതായത് ഞാൻ പണ്ട് വെക്കാറുള്ള പോലെ. നീ ഞാൻ എപ്പോ ഞണ്ട് വെച്ചിട്ടുണ്ട് വീട്ടില്? അവിടെ നമ്മള് ഞണ്ട് മേടിച്ചിട്ടില്ലല്ലോ. നീ പണ്ടെന്ന് പറഞ്ഞാ എവിടെ ആരുടെ കാര്യം പറയല്ലോ? നീ ജനതി എങ്ങനെ ഇപ്പൊ വെക്കാൻ പ്ലാൻ ചെയ്യണേ? എനിക്ക് അറിഞ്ഞൂടാ. നാത്തും പറയണ പോലെ വെക്കും. ബെസ്റ്റ്. നാത്തും പറയണ പോലെ വെച്ചാൽ നന്നായിരിക്കും. ഞാന് പറഞ്ഞു കൊടുത്തായിരുന്നു. ഞാൻ മറ്റേ കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയോ തള്ളിയല്ലേ ഉള്ളു ഇവിടെ. ഞാനങ്ങ് ഞണ്ട് വെച്ച് ഇവിടെ ചുമ്മാ. എങ്ങനെയാന്ന് പറ. ഞണ്ട് വെക്കണമെങ്കിൽ അതിന് ഞണ്ട് വേണം ആദ്യം ഇവിടെ. ഇത് ഞണ്ടാ? ഇത് ഞണ്ടും കിട്ടുമെന്നല്ലേ? ഇത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞണ്ടെന്ന് പറഞ്ഞുണ്ടല്ലോ പണ്ട് പാലായിൽ. അപ്പൊ ഞാൻ കടലിൽ നിന്ന് പിടിച്ചോ ഞണ്ട് മേടിച്ചോണ്ട്. ഓ പാലായില് കടല്? അല്ല, പാലായില് കടൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത എറണാകുളത്താണല്ലോ കടല്. അപ്പൊ ഞാൻ മേടിച്ചോണ്ട് ഓരോ ഞണ്ട് ഇത്ര ഒരു ഇത്ര. ഞണ്ട് അല്ല, ഞണ്ട് നീളമല്ലോ, ഇത്ര വരും ഓരോ ഞണ്ട്. ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ. കാര്യം പറ. അതാണ് ഞണ്ട്. അങ്ങനെയുള്ള ഞണ്ട് വെച്ചേ എനിക്ക് പരിചയമുള്ളൂ കണ്ടു. ഓ അന്ന് ഞണ്ട് അമ്മച്ചി അങ്ങോട്ട് എന്ത് ചെയ്തു പറഞ്ഞാണല്ലോ, ആദ്യം മല്ലിയും മുളകും അങ്ങോട്ട് വറക്കുക. അതങ്ങോട്ട് നല്ല തീയിലിട്ട്, മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുക്കരുത്, എങ്കിൽ അതിന്റെ ടേസ്റ്റ് പോയി. മല്ലിയും മുളകും അങ്ങോട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഈ സാധനത്തിന് കുക്കറിലോട്ട് ഇടണം. നമ്മുടെ കുക്കറുണ്ടല്ലോ, കുക്കറിനകത്തോട്ടിട്ടിട്ട് ഒന്ന് വേവിക്കണം. ഒരു 3 വിസില്. 4 പോരുത്, പോയി 3 വിസിൽ കേട്ട് കഴിയുമ്പോ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുക്കറിൽ കേട്ടിട്ടില്ലേ? കുക്കറിലൊക്കെ വേകാനുള്ള അത് വേഗണം. അതാ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഞണ്ടായിരിക്കണം. അപ്പൊ അത് പളവളാന്നായി പോയാൽ ഇത് നല്ല സാധനം. അപ്പൊ ഇതൊരു കാര്യം ചെയ്ത് 2 വിസിൽ 1.5-2 വിസിൽ മതി ഇത് കേട്ടോ, കുക്കറിലിട്ട് വേവിക്കുമ്പോ. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വറുത്ത മല്ലിയും മുളകും ഉണ്ടല്ലോ, അതിന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്തിട്ട് ഇതങ്ങോട്ട് വേകുമ്പോൾ ഇതിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇട്ട് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും പൊടിച്ചെടുക്കണില്ലേ, അതും കൂടെ ഇട്ട് അതിലോട്ട് ഇട്ടിട്ട് ഒരു 1/2-3/4 മണിക്കൂർ അങ്ങോട്ട് വേഗം ഇച്ചിരി മല്ലിയില മേളിലോട്ട് ഇടുക. പിന്നെ അത് നമ്മൾ ചെയ്യാനായിട്ട് ഞാൻ ഉപ്പിട്ട്, പിന്നെ അതിൽ വേറെ എന്തോ സാധനം. അല്ലെന്നേ, ഞാൻ അമ്മച്ചി വെച്ചതല്ലേ ഞാൻ ആലോചിച്ചത്. കൃത്യമായിട്ട് അറിയാവുന്നത് പറ, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു കാര്യം ചെയ്യും. ഈ സാധനം ഇനി ഇത് നിങ്ങൾ അങ്ങനെ വെക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇത് ഇനിയിപ്പോ ഞണ്ട് തോരനാക്കി വെക്കാം, അതാ നല്ലത്. തോരൻ. തേങ്ങ ഉണ്ടോ? തേങ്ങ ഒരു തേങ്ങ തിരികെ എടുക്കുക. തിരികെ എടുത്തു കഴിഞ്ഞാൽ തേങ്ങയെങ്കിലും കിടന്നോട്ടെ, ഇതിലിപ്പോൾ ഞണ്ടില്ലല്ലോ. രണ്ടും കൂടെ ആകുമ്പോൾ അത് കറക്റ്റ് ആവും. എന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഞണ്ട് തേങ്ങ തിരികെ എടുക്കുക, ഈ ഞണ്ടിനെ നിങ്ങൾ വേവിക്കുക. ഞണ്ടിനെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അത് അധികം വെള്ളം ഒഴിക്കില്ല, ഇച്ചിരി വെളിച്ചെണ്ണയിലിട്ട് വേവിക്കണം. വേവിച്ചെടുത്തു കഴിഞ്ഞാൽ 1/2 പരുവത്തിന് അത് വെന്ത് കഴിഞ്ഞാൽ നേരെ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി മുളക് പൊടിയൊക്കെ കൂടെ അതിലോട്ട് ഇടുക. എന്നിട്ട് തേങ്ങ മിക്സിയിലിട്ട് കിർ എന്നൊരു ചെറിയ സൗണ്ട്, കിർ കൂടിപ്പോരുത്, കിറന്ന് കേൾക്കരുത്, എങ്കിൽ പോയി അതിൻ്റെ ടേസ്റ്റേ പോകും. ആ സമയം അതൊക്കെയാണ് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിലോട്ട് അങ്ങ് ഇട്ടിട്ട് ഇത് രണ്ടും കൂടെ ഇട്ട് ഇളക്കിയിട്ട് ഒരു 1/2 മണിക്കൂർ അങ്ങോട്ട് മൂടി വെക്കണം. മൂടി വെച്ച് 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതൊരു പരുവാകും. പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കറിവേപ്പില മേളിലിടുക, കുറച്ച് സവാള, ക്യാരറ്റ് ഇതെല്ലാം കൂടെ കട്ട് ചെയ്തതിൻ്റെ മേളിൽ. സാമ്പാറോ? അയ്യോ സോറി, ഞാൻ ക്യാരറ്റ് ഇട്ടോ അതിലല്ല. ക്യാരറ്റ് ഉച്ചയ്ക്ക് ഫാസിൽ ഉണ്ണാനുണ്ടാവും.
ഉള്ളത് ഈ ഞണ്ട്. ഇതിലും കൊണ്ടുവന്നപ്പോ ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്യാൻ? അത് ഇങ്ങനെയല്ലാന്ന് തോന്നുന്നു. ഞാൻ വേറൊരു ഐഡിയ പറയാം. ഫാസിൽ ഉച്ചയ്ക്ക് ഉണ്ടാവണ്ടല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഫാസിലിന്റെ വീട്ടിൽ കൊടുത്തു വിടും. അവൻ അവിടെ വെച്ച് ഇത് കഴിച്ചോളൂ. എന്തെങ്കിലും ചെയ്തോളാം. അല്ല ഞാൻ പറയണത് ഇനിയിപ്പം ഒന്നും കറിയണ്ടപ്പോ. അതെ, ഇത് ഞാൻ ഫ്രൈ വെച്ച പോലെ തന്നെ വെക്കാം. അല്ല ഞാൻ പറഞ്ഞ ആദ്യത്തത് അതാണ് കറക്റ്റ്. അത് കറക്റ്റാ. കുക്കറിലടിക്കണതോ? മറ്റേ ഇതിലിട്ടിട്ട് എന്നാ കുക്കറിലടിക്കാതെ നല്ലത്. അതാ നല്ലത്. മാറടി കുക്കർ എവിടെ? പിന്നെ എന്ത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കരുത് ഇത് കഴിക്കാൻ കേട്ടോ. നീ എന്നിട്ട് മാർക്കേ ഈ പെണ്ണിന് പുറത്തു പോയി കളിച്ചിട്ട് പോയി തക്കളി വാ. ഇനി വാ, എന്റെ അടുത്തൊരു കാര്യം ചോദിക്കാണ്ടെങ്കിൽ വാ. മനുഷ്യനൊന്നും മനസ്സിലാവും. സ്കൂളിലെ ഒരു ചെറിയ വിഷയം. ഇത്രയും വലിയ കുക്കർ ആ ചെറിയ കുക്കർ അതിൽ കഴുകാനിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കഴുകി വെക്കാൻ പാടില്ല നിനക്ക്. ഞാൻ അറിഞ്ഞു ഞണ്ടുവരുന്നു. ആ വലുതില് തന്നെ വെക്കുന്നു. കൊണ്ട് വെച്ചില്ല അത് കഴിക്കാൻ. ഇപ്പൊ ഈ മുളകൊക്കെ നമ്മൾ ഇങ്ങനെ അരിഞ്ഞാ മതിയില്ലേ? വേണ്ട, മുളക് എടുത്ത് തിന്നു നീ. എന്തിനാ എന്നെ വഴക്കുറേ? പിന്നെ അല്ലാതെ എനിക്കത് കണ്ടിട്ട് അങ്ങനെയാണെന്നൊന്നും തോന്നണ്ട കേട്ടോ. കുക്കറും കൂടി ഇട്ട് അടിക്കുമ്പോ അത് എന്താവും?